ഹായ് ഫിഷ് ഡോക്ടേഴ്സ്. നമ്മുടെ GIB ഇതാ അടുത്ത് വരികയാണ്, GIB 5. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ കുഴക്കുന്ന ഒരു പ്രശ്നമാണ് ഈ GIB എങ്കിലും എനിക്ക് നന്നാക്കണം, എനിക്ക് നല്ല സ്കോർ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ തന്നെ ഡീമോട്ടിവേറ്റഡ് ആയി പോകും അല്ലേ. അപ്പോൾ ഒരുപാട് പേർക്ക് ഉള്ള ഒരു ടെൻഷനാണ്, സ്കോർ ഇമ്പ്രൂവ് ആവുമോ, സ്കോർ ഇനിയെങ്കിലും നന്നാവണം. ജനുവരി ആയി അല്ലേ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസത്തിൽ നമ്മളുടെ നീറ്റ് എക്സാം ആണ്. അപ്പോൾ ഇനിയെങ്കിലും എനിക്ക് സ്കോറുകൾ കൺസിസ്റ്റന്റ് ആയി ഇമ്പ്രൂവ് ചെയ്യണം എന്നൊക്കെയുള്ള പ്ലാനിലാണ് മക്കൾ. അപ്പോൾ ഈ GIBക്ക് നമുക്ക് ബോട്ടണിക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അതായത് നമ്മൾ പ്ലാൻ ഗ്രോത്ത് പഠിക്കുന്നുണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ പഠിക്കുന്നുണ്ട്, ആൻഡ് വി ഹാവ് ബയോടെക്നോളജി 1 and 2 പ്രിൻസിപ്പിൾസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആൻഡ് ദെൻ വി ഹാവ് ഈക്കോളജി എന്നാണെങ്കിൽ ഈക്കോസിസ്റ്റം ഉണ്ട്, ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ ഉണ്ട്. ഇങ്ങനെ കുറേ ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നു 12th നമ്മുടെ ടോപ്പിക്സ് ആയിട്ടുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻ നിങ്ങൾക്ക് ഒരുവിധം തറവ് ആണെന്നാണ് ഞാൻ എല്ലാ ബാച്ചസിൽ നിന്ന് മക്കളിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ ആൻസർ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. നിങ്ങൾ തറവാണ്. കൂടാതെ ഒരുപാട് പ്രാവശ്യം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് എക്സാമുകൾ, മൊഡ്യൂൾ ടെസ്റ്റിലാകട്ടെ, നിങ്ങളുടെ ഗ്രാൻഡ് ടെസ്റ്റുകളിലാകട്ടെ ഒക്കെ നിങ്ങൾ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ എഴുതിയിട്ടുമുണ്ട്. പ്ലാൻ ഗ്രോത്തും ഒരുവിധം കുഴപ്പമില്ല, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ ഉണ്ട്. എന്നാലും ഞാൻ പറയാണ്, ഹൈ വെയിറ്റേജ് ടോപ്പിക്സ് ഫോക്കസ് ചെയ്ത് തന്നെ നമ്മൾ പഠിക്കാം. ഈ ഓരോ ചാപ്റ്ററിലും ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും നല്ല വെയിറ്റേജ് ഉണ്ട്. എന്നാലും നീറ്റിൻ്റെ ഒരു ട്രെൻഡ് വെച്ചിട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയി ചോദിച്ചിരിക്കുന്ന ഭാഗമാണ് ബയോടെക്നോളജി അല്ലേ. ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്, ബയോടെക്നോളജി ആപ്ലിക്കേഷൻസ്, നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ആണ്. ഈ ചാപ്റ്ററിൽ ഇനി നിങ്ങൾ ശരിക്കും പഠിച്ചിട്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ, ഇനി നിങ്ങൾ ഈ ചാപ്റ്റർ ശരിക്കും പഠിക്കാൻ പോകുന്നതേ ഇല്ലെങ്കിൽ ഈ GIBക്ക് നിങ്ങൾ എന്തൊക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കണം. ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യണം അതിൻ്റെ ടൂൾസ് ഓഫ് ബയോടെക്നോളജിയാണ്. അതായത് നമ്മുടെ റെസ്ട്രിക്ഷൻ എൻസൈംസ്, അതിൻ്റെ ടൈപ്സ്, റെക്കഗ്നിഷൻ സീക്വൻസ് എന്താണ്, എക്സാമ്പിൾസ് ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈംസ്, ആദ്യത്തെ ഏത് റെസ്ട്രിക്ഷൻ എൻസൈം ആയിരുന്നു ഡിസ്കവേർഡ് ആയത്, ആൻഡ് ഓൾസോ അതിൻ്റെ ഹിസ്റ്ററി, കുറച്ച് കാര്യങ്ങൾ, ആ ഓർഗാനിസത്തിൻ്റെ പേര്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സയൻറ്റിസ്റ്റുകളുടെ പേര് ഉണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്ലാസ്മിഡ് വെക്ടേഴ്സ് അല്ലേ, മോളിക്കുലർ വെഹിക്കിൾസ് ആണ്. ഇപ്പോൾ പ്ലാസ്മിഡ് വെക്ടേഴ്സിനെ കുറിച്ച്, ലൈഗേസസിനെ കുറിച്ച്, PCR, ഇതൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ അതിൻ്റെ വെക്ടറിൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻസിൻ്റെ കാര്യം പറയുന്നുണ്ട് അല്ലേ. പിന്നെ എന്താണ്, ഈ പ്രോസസ്സ് പഠിക്കുമ്പോൾ നമ്മൾ എല്ലാവർക്കും മാറിപ്പോകുന്ന ഒരു കാര്യമാണ് റീകോമ്പിനൻസും ട്രാൻസ്ഫോർമൻസും നോൺ ട്രാൻസ്ഫോർമൻസും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അത് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കി പഠിക്കണം. എന്താണ് റീകോമ്പിനൻസ് എന്ന് പറഞ്ഞാൽ, ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള പ്രോസസ്സ് എന്താണ്, എന്താണ് ഒരു ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള സെല്ല്, എന്താണ് ഒരു നോൺ ട്രാൻസ്ഫോർമൻറ്റ്, എന്താണ് ഒരു റീകോമ്പിനൻറ്റ് സെല്ല്, എന്താണ് ഒരു നോൺ റീകോമ്പിനൻറ്റ് സെല്ല് എന്നുള്ളത് നമ്മൾ നല്ല വൃത്തിയായിട്ട് അതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കണം. പിന്നെ നമ്മൾ ഈ റീകോമ്പിനൻസിനെ ഒക്കെ സെലക്ട് ചെയ്യാൻ, ട്രാൻസ്ഫോർമൻസിനെ സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ മറ്റേ കളർ ഉപയോഗിച്ചിട്ടുള്ള എക്സ്പെരിമെൻറ്റ്. അപ്പോൾ അതിൽ ഏതാണ് ബ്ലൂ കളേഴ്സ് വരുന്നത്, ഏതാണ് കളർലെസ് കോളനീസ് തരുന്നത് എന്നുള്ളത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അത് ഫോക്കസ് ചെയ്ത് മക്കൾ പഠിക്കണം. ആൻഡ് ദെൻ ഗോയിങ് ടു ദ ആപ്ലിക്കേഷൻസ് ഓഫ് ബയോടെക്നോളജി, ആ ചാപ്റ്ററിൽ ഇഫ് യു ആസ്ക് മീ ഈച്ച് ആൻഡ് എവറി വേർഡ് ലൈൻ ബൈ ലൈൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. അത് നമ്മൾ ഒരു പേജ് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ആ പേജിൽ നിന്ന് മാർക്ക് ചെയ്തെടുക്കാം. NCERT നമുക്ക് അണ്ടർലൈൻ ചെയ്ത് അങ്ങനെ അത്രയ്ക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗമാണ്. അപ്പം ആപ്ലിക്കേഷൻസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും എല്ലാവർക്കും കൺഫ്യൂഷനുള്ള ഒരു ഭാഗം കൂടിയാണ് RNA ആയി അല്ലേ. RNA ഇൻ്റർഫെറൻസ്, പിന്നെ നമ്മുടെ BT കോട്ടൺ, അതേപോലെ ഹ്യൂമൻ ഇൻസുലിൻ, ജീൻ തെറപ്പി, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്, മോളിക്കുലർ ഡയഗ്നോസിസ് ടെക്നിക്സ്, ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗമാണ്. അപ്പോൾ ഇതൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ മക്കൾ പഠിക്കുക. ഹ്യൂമൻ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്, ഇങ്ങനെ ഒരു കേസൊക്കെ തന്നിട്ട്. പിന്നെ നമ്മളുടെ ഡിസീസ് ട്രീറ്റ്മെൻറ്റിൽ, മോളിക്കുലർ ഡയഗ്നോസിസിൽ ഏത് ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ഇത് യൂസ് ചെയ്തിരിക്കുന്നത്, ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻസ്, അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ഒരുപാട്, പിന്നെ എങ്ങനെയാണ് നമ്മൾ ആ ജീനെ മോഡിഫൈ ചെയ്തെടുത്തത്, അങ്ങനെയുള്ള ഒരുപാട് കേസസ് നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. അപ്പോൾ അത് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഈ ബയോടെക് ചാപ്റ്റർ ഇനിയും നിങ്ങൾക്ക് തറവായിട്ടില്ലെങ്കിൽ ഈ GIBക്ക് വിചാരിക്കുക ബാക്കി ചാപ്റ്റേഴ്സ് ഓക്കെ എനിക്ക് ഒരുവിധം അറിയാം, പക്ഷേ ബയോടെക് ഞാൻ നല്ല പോലെ ഫോക്കസ് ചെയ്ത് പഠിക്കും. ബയോടെക് 1 ഉം 2 ഉം ഡീറ്റെയിൽ ആയിട്ട് റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ, ഹൈ വെയിറ്റേജ് ടോപ്പിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കുക. പിന്നെ നമ്മൾ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാത്തൊരു ഭാഗമായിരുന്നു ഇതുവരെ നമ്മുടെ ഇക്കോളജിയുടെ ഭാഗം. അതായത് ഇക്കോളജിയിൽ നമുക്ക് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ ഉണ്ട്, ബയോഡൈവേഴ്സിറ്റി ഉണ്ട്, ഈക്കോസിസ്റ്റം ഉണ്ട്. അപ്പോൾ നമ്മൾ ഈക്കോസിസ്റ്റത്തിലേക്ക് വരുമ്പം ചെറിയ ചാപ്റ്ററാണ്, നിങ്ങൾ ചെറിയ ക്ലാസ്സുകൾ മുതൽ പഠിച്ച കാര്യങ്ങളാണ് അവിടെ പഠിക്കുന്നത്. എന്നാലും അവിടെ നമ്മൾക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗമാണ് പ്രൊഡക്ടിവിറ്റി അല്ലേ. പ്രൈമറി പ്രൊഡക്ടിവിറ്റി, നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, പ്രൊഡക്ടിവിറ്റിയുടെ യൂണിറ്റ്സ്
ഓഫ് മെഷർമെന്റ് ഇല്ലേ, അതായത് നമ്മൾ എങ്ങനെയാണ് അതിനെ മെഷർ ചെയ്യുന്നത്, ഗ്രാംസിലാണോ ഇയറേസ്റ്റിലാണോ അങ്ങനെ. അപ്പം അത് കാലറീസിലാണെങ്കിൽ എങ്ങനെ, ആ യൂണിറ്റ്സ് പഠിക്കണം. യൂണിറ്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ നമ്മൾ എനർജി പിരമിഡ്സ് വരുന്നുണ്ട്, പിരമിഡ് ഓഫ് ബയോമാസ്, പിരമിഡ് ഓഫ് എനർജി, പിരമിഡ് ഓഫ് നമ്പർ, അതിൽ ഏതാണ് അപ്രൈറ്റ് ആയിട്ടുള്ളത്, ഏതൊക്കെ കേസിലാണ് ഇൻവേർട്ടഡ് പിരമിഡ്സ് വരുന്നത്, അത് ചിലപ്പോൾ കൺഫ്യൂഷൻസ് വരാനുള്ള ഭാഗമാണ്. അത് ഫോക്കസ് ചെയ്ത് പഠിക്കുക. പിന്നെ ഡീകമ്പോസിഷൻ്റെ സ്റ്റേജസ്, ഹ്യൂമിഫിക്കേഷൻ അല്ലെ, മിനറലൈസേഷൻ, കാറ്റബോളിസം, ഇതൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗങ്ങളാണ്. അതൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇക്കോസിസ്റ്റത്തിൽ പിന്നെ മെയിനായിട്ട് അതാണ്. പിന്നെ എന്താണ് ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ എന്താണ്, പിന്നെ എന്താണ്, അതിനെക്കുറിച്ചൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ നമ്മൾ വരുമ്പോൾ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ വലിയ ചാപ്റ്ററാണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്ററാണ് അല്ലേ. അപ്പം ഈ പ്രാവശ്യം നമുക്ക് GIBക്ക് ഈക്കോളജിന്ന് ഈ 2 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്, ഈക്കോസിസ്റ്റവും ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനും. ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനിൽ സ്റ്റാർട്ടിങ് ഫ്രം ദ ബിഗിനിങ് അല്ലേ, പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ് അതിൽ ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ്. പോപ്പുലേഷൻ പിന്നെ ഗ്രോത്ത് കർവ്സ് ഉണ്ട്, നമുക്ക് ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ് ഉണ്ട്, എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കർവ് ഉണ്ട്. അപ്പോൾ ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ് നമുക്കറിയാം റിസോഴ്സസ് ലിമിറ്റഡ് ആണ്, മോസ്റ്റ് റിയലിസ്റ്റിക് ആയിട്ടുള്ളത് അതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, ആ ഭാഗം പോപ്പുലേഷൻ്റെ ഫീച്ചേഴ്സ്, ഗ്രോത്ത് മോഡൽസ്, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു വെക്കണം. പിന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് നമ്മുടെ ഒരു ഗോസസ് പ്രിൻസിപ്പിൾ, അങ്ങനെ കുറച്ച് ഹൈപ്പോത്തസിസുകളുണ്ട്. ഓക്കെ, ഈ വാബ്ലർ ബേർഡ്സിൻ്റെ ഒക്കെ ഇത്, മാക്കാർത്തറിൻ്റെ റിസോഴ്സ് പാർട്ടീഷൻ്റെ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അത് നമ്മൾ വരുന്നത് പോപ്പുലേഷൻ ഇൻട്രാക്ഷനിലേക്ക് വരുമ്പോഴാണ്. പോപ്പുലേഷൻ ഇൻട്രാക്ഷനിൽ നമുക്ക് മ്യൂച്വലിസം ഉണ്ട്, പ്രഡേഷൻ ഉണ്ട്, പാരസൈറ്റിസം ഉണ്ട്, കമൻസാലിസം, കോമ്പറ്റീഷൻ അല്ലെ, അമെൻസാലിസം. അപ്പോൾ കോമൻസാലിസം അമെൻസാലിസം നമ്മുടെ സിലബസിൽ അങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രെസ് ചെയ്തിട്ടില്ല, പക്ഷേ ഇതിനെ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ പഠിക്കുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട 2 ഭാഗമാണ്. ഒന്ന് കോമ്പറ്റീഷൻ. ഓക്കെ, അപ്പോൾ കോമ്പറ്റീഷനിൽ നമ്മൾ കുറച്ച് കേസസ് പഠിക്കുന്നുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ റിസോഴ്സ് പാർട്ടീഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഗോസസ് പ്രിൻസിപ്പിൾ ഓഫ് കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ, കോമ്പറ്റേറ്റീവ് റിലീസ്, നമ്മുടെ ആബിങ്ടൺ ടോർട്ടോയ്സിൻ്റെയും മറ്റേ ആ ഐലൻഡിലെ കാര്യമൊക്കെ, അപ്പോൾ അത് പഠിക്കണം. ആൻഡ് ഓൾസോ ദെൻ വി ഹാവ് ടു ലേൺ പ്രഡേഷൻ. പ്രഡേഷനിൽ റോൾ ഓഫ് എ പ്രെഡേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ പറയുന്നുണ്ട്. പ്രെഡേറ്റർ ഇസ് പ്രൂഡൻറ്റ് അല്ലേ, പോപ്പുലേഷനെ കൺട്രോൾ നിർത്താൻ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്, അത് നമുക്ക് പഠിക്കണം. അവിടെ എക്സാമ്പിൾസ് ഉണ്ട്, അത് പഠിക്കണം. അതേപോലെ തന്നെ എന്തൊക്കെ ഡിഫൻസ് മെക്കാനിസമാണ് പ്രെഡേറ്ററിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്നത്. പിന്നെ മ്യൂച്വലിസത്തിൻ്റെ എക്സാമ്പിളുകൾ, കോമ്പറ്റീഷനും പ്രഡേഷനുമാണ് അതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഭാഗം. അപ്പോൾ ഇത് രണ്ടും മക്കൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. കാരണം ആ പോപ്പുലേഷൻ ഇൻട്രാക്ഷനിലേക്ക് വരുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. എക്സാമ്പിൾസ് പഠിക്കണം, പോപ്പുലേഷൻ ഗ്രോത്ത് മിസ് പറഞ്ഞു, അത് പഠിക്കണം. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. പിന്നെ നേറ്റാലിറ്റി, മോർട്ടാലിറ്റി അല്ലെ, ആട്രിബ്യൂട്ട്സ്, അത് പഠിക്കണം. പിന്നെ മിസ് ഇപ്പോൾ പറഞ്ഞ പോലെ ബയോടെക് നല്ല ഫോക്കസ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു പോകുക, കാരണം എന്താണെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഈ GIB ബോട്ടണിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആവട്ടെ. നല്ലപോലെ പഠിക്കുക, സ്കോറൊക്കെ എന്താണെങ്കിലും ഇമ്പ്രൂവ് ആയിക്കോളും. ഓക്കെ, സോ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക. ആൻഡ് ഈവൻ ഇഫ് യു സീ പ്ലാൻ ഗ്രോത്തിലും ഇതേപോലെ ഓരോ ഗ്രോത്ത് ഹോർമോണിൻ്റെയും ഫങ്ഷൻസ് അല്ലേ, അത് ഏതൊക്കെയാണ് ഗ്രോത്ത് നന്നായിട്ട് ഓരോ ക്യാരക്ടർ. ഇപ്പം സീഡ് ജെർമിനേഷൻ, അതിന് പ്രൊമോഷണൽ ആക്ടിവിറ്റി ഉള്ളത് ആർക്കാണ്, ഇൻഹിബിറ്ററി പ്രോപ്പർട്ടി ഉള്ളത് ആർക്കാണ്, അങ്ങനെയൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അത് കൺഫ്യൂസ്ഡ് ആവാതെ നോക്കുക. ഓരോ പ്ലാന്റ് ഗ്രോത്ത് ഹോർമോണിൻ്റെയും ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, യൂസസ് എന്തൊക്കെയാണ് നോക്കുക. പിന്നെ ഓക്സിനെ കുറിച്ചൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ വരും. അതിൽ വരുന്ന ഒരു ഭാഗമാണ് നമ്മുടെ അവീന കർവേച്ചർ ടെസ്റ്റ്, ഓക്സിൻ്റെ ഡിസ്കവറിയുടെ സമയത്ത് ചെയ്തിട്ടുള്ള ആ ടെസ്റ്റ്. അപ്പം നമ്മുടെ കോളിയോപ്റ്റൈൽസ് ഓഫ് ഓഡ് സീഡ്ലിങ്സിൽ ചെയ്തിട്ടുള്ള ആ എക്സ്പെരിമെൻറ്റ്, അതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഐ ഹോപ്പ് ദിസ് വാസ് ഹെൽപ്ഫുൾ. ഈ GIBയിൽ നമുക്ക് നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്.